ഹലോ ആർമീസ്. പഠിപ്പിച്ചക്കൻ്റെ തല്ലിപ്പൊലി പെണ്ണ് എന്ന് പറയുന്ന FF-ന്റെ സ്പെഷ്യൽ പാർട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും, കമ്മിങ് സോൺ. അപ്പോൾ അതിൻ്റെ ചെറിയൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. സ്കൂൾ ഡേയ്സിലെ എല്ലാ ക്യാരക്ടേഴ്സും ഇതിലില്ല, പുതിയ ക്യാരക്ടേഴ്സ് ആയിരിക്കും വരുന്നത്. പിന്നെ ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. എന്തെന്ന് വെച്ചാൽ ജിനു എന്ന് പറയുന്ന ക്യാരക്ടർ മാറ്റി, ആ സ്ഥാനത്തേക്ക് ചൈൻവു ആയിരിക്കും. ഇനി മുതൽ ജിനു ചൈൻവു ആയിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മുമ്പേ ഞാൻ പറയുന്നത്. കമ്മ്യൂണിറ്റി ടാബും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും സ്കൂൾ ഡേയ്സിൽ ഇവരുടെ കഥ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. കാരണം ഞാൻ ലാസ്റ്റ് ആകുമ്പോൾ എന്തെങ്കിലാകുമ്പോൾ സ്പെഷ്യൽ പാർട്ട് വേണോ, സീസൺ 2 വേണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പേര് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ സ്പെഷ്യൽ പാർട്ട് ചെയ്യുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു കരുതുന്നു. എല്ലാവരും ആ FF-ൽ സപ്പോർട്ട് ചെയ്ത പോലെ ഈ FF-ലും സപ്പോർട്ട് ചെയ്യുക. ഉടൻ തന്നെ വരുന്നതായിരിക്കും. കാരണം ചെറിയൊരു ഫീവർ പിടിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ തൊണ്ടക്കെല്ലാം ചെറിയ ചെറിയ പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇടാൻ വൈകുന്നത്. എന്തായാലും എല്ലാ FF-ഉം ഇട്ട് തീർക്കുന്നതായിരിക്കും. അതപ്പോൾ ഒന്നും പറയാൻ കഴിയും, പക്ഷെ ഇടും എന്തായാലും. ഈ FF-ഉം ഉടൻ തന്നെ വരുന്നതായിരിക്കും. ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇടണമെന്ന് വിചാരിച്ചില്ല, പക്ഷെ ജിനുവിന്റെ കാര്യത്തിൽ കൺഫ്യൂഷൻ വരുമോ എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടത്. ഞാൻ ഈ FF-നെ സ്പെഷ്യൽ പാർട്ട് ഇടണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ബട്ട് ഞാൻ കുറെ ആലോചിച്ചു, കുറെ മാസമായി എന്ന് വിചാരിക്കുന്നു. കുറെ കഴിഞ്ഞപ്പാട് ചെയ്താലോ എന്ന് തോന്നി. കുറച്ച് കഥ മനസ്സിലിങ്ങനെ ഉരുക്കിയെടുക്കുമ്പോൾ ആ പുതിയൊരു ഐഡിയ കത്തി. അപ്പൊ ഇതിന്റെ തന്നെ സെക്കൻഡ് പാർട്ട് ചെയ്താലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ചും കൂടി ആലോചിച്ച് കഥ മനസ്സിൽ ഉരുക്കിയെടുക്കുമ്പോൾ വീണ്ടും കത്തി. അങ്ങനെ കത്തി എല്ലാം കൂട്ടിയെടുത്തിട്ടാകും സെക്കൻഡ് പാർട്ടായിട്ട് ചെയ്യാന്ന് വിചാരിച്ചു. എഡിറ്റിംഗ് തുടങ്ങിയിട്ടില്ല, തുടങ്ങണം എത്ര. എന്തായാലും കൂടുതലൊന്നും പറഞ്ഞിട്ട് ഞാൻ ബോറടിപ്പിക്കുന്നില്ല. അപ്പൊ എന്തായാലും സ്പെഷ്യൽ പാർട്ട് ഉണ്ടാവും, വെയിറ്റ് ചെയ്യാം. അപ്പൊ എന്തായാലും ഇടാതിരിക്കൊന്നുമില്ല. അപ്പൊ എല്ലാവർക്കും ബൈ.